ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. മൈദാമാവ്, കടലമാവ്, ഗോതമ്പാവ് ഇതൊന്നും ഇല്ലാണ്ട് പഞ്ചസാരയും ചേർക്കാണ്ട് ഒരു അടിപൊളി ഒരു സ്വീറ്റാണ് കേട്ടോ നമ്മൾ റെഡിയാക്കണേ. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പൊട്ടുകടലയാണ് എടുത്തേക്കണേ. അത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. നെയ്യും വെളിച്ചെണ്ണയും ചൂടാവുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചേക്കണ പൊട്ടുകടല പൊടി ചേർത്ത് കൊടുക്കാം. പൊടി നല്ലോണം വറുത്തെടുക്കണം. നമുക്ക് കളറ് മാറി വരും കേട്ടോ. ആ സ്റ്റേജ് വരെ നമുക്കിത് വറുക്കണം. പൊടി റെഡി ആകുമ്പോഴേക്കും ശർക്കര ഉരുക്കിയെടുക്കാം. 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതേ കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കണേ. ഇതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുകി കിട്ടിയിട്ട് ഉരുകി മാത്രം കിട്ടിയാൽ മതി. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. പൊടി റെഡിയായി. നല്ലോണം കളറൊക്കെ മാറിയിട്ട് നല്ലോണം നമ്മൾ വറുത്തുണ്ടാവണം. ഇത് വറുത്തത് അറിയുന്നത് പൊട്ടുകടലയുടെ പച്ചമണമൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് വരും. ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആവുകയും ചെയ്യും. ആ സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം ശർക്കര പാനി ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ ഒഴിക്കുമ്പോൾ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇളക്കും തോറും ആ കട്ടയൊക്കെ പോയി ശരിയായി കിട്ടൂട്ട. ശർക്കരപ്പാനി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തുവിട്ട. ഇനി നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം 1/2 കപ്പും കൂടി ചേർത്ത് ഇത് ഒന്നും കൂടി നമുക്ക് വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് നമ്മൾ ശർക്കരപ്പാനിയിൽ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം. അതിൻ്റെ ശേഷം വേണം നമുക്ക് തിളച്ച വെള്ളം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ച് പാനിൽ നിന്ന് വിട്ട് വരാൻ പാകത്തിന് റെഡിയാക്കി എടുക്കണം. ഫസ്റ്റ് ടൈം നമ്മൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് ഇളക്കുമ്പോൾ മാവ് വേവലും കുറവായിരിക്കും. പിന്നെ പെട്ടെന്ന് കട്ട പിടിക്കും. ശർക്കരപ്പാനി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ആ കട്ടയൊക്കെ ഉടച്ചതിൻ്റെ ശേഷം വേണം തിളച്ച വെള്ളം ചേർക്കാനായിട്ട്. ചെയ്യുന്തോറും കറക്റ്റ് കിട്ടിക്കോളൂ കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കളർ ചേർക്കാം. റെഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് കട്ടായി വരുമ്പോൾ വേണം കേട്ടോ ഇതൊക്കെ ആഡ് ചെയ്യാനായിട്ട്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്, 1 നുള്ളു ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്ത് പാനിൽ നിന്ന് വിട്ട് വരാൻ പാകത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കണം. 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ സ്റ്റേജ് ആയാണ് കിട്ടുക. ഈ സമയത്ത് നമുക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യണം. ഇനി നമുക്ക് 2-3 മിനിറ്റും കൂടി ഒന്ന് നല്ലോണം ഇളക്കാം. അപ്പോഴേക്ക് നെയ്യ് നല്ലോണം അബ്സർവ് ചെയ്ത് എടുത്തോളൂ. നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ അലുവ അബ്സർവ് ചെയ്തു വിട്ടാൽ പെട്ടെന്നാവും. മറ്റേ അലുവ പോലെ ഒന്നും നമുക്ക് കുറേ നേരം ഇട്ട് ഇളക്കേണ്ടി ഒന്നും വരില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത്രയും ബദാം ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതുപോലെ ഈ അലുവ ഈ സ്റ്റേജിൽ തന്നെ ഓഫ് ആക്കണം കേട്ടോ. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടയാവും. നെയ്യും ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്തോളൂ. അതുപോലെ മധുരം ഞാൻ ചേർത്ത മധുരം കറക്റ്റായിരിക്കും. ഇതിന് കൂടുതൽ വേണം എന്നുള്ളൊരു എക്സ്ട്രാ ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാനായിട്ട് ഇതുപോലെ ചതുരനുള്ള ബൗളാണ് എടുത്തേക്കണേ. ഇതിൽ ഞാൻ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2-3 നട്ട്സ് വെച്ച് കൊടുക്കാം. അലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഉടത്തേക്ക് ആവാനായിട്ട് വെച്ച് കൊടുക്കണം. അലുവ ഞാൻ ബൗളിലേക്ക് സെറ്റ് ചെയ്തു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മറിക്കാം. ഈ അലുവ ഉണ്ടാക്കിയാൽ തണുക്കാനൊന്നും വെക്കണ്ട. ചൂടോടുകൂടി തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.